ഒരു ചേട്ടൻ പറഞ്ഞു ഇതിലേ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തോ സീനറിയോ എന്തോ കാണാൻ നല്ല അടിപൊളി സ്ഥലം ഉണ്ടെന്ന് ഇവിടെ. പിന്നെ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റിയിൽ പുറത്ത് പോവാണ്. അറിയാലോ നമുക്കെല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ. എന്താ സംഭവമല്ല, മൊത്തം കാട് പോലെയാണ്. അല്ല ഫോറസ്റ്റ് ഏരിയ ആണ് എന്നൊക്കെ പറയാം. പക്ഷേ തോട്ടപ്പുഴ മാത്രമേ കഴിയാൻ കണ്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണത്തില്ല. പക്ഷികളൊക്കെ പറന്നു പോകുന്നുണ്ട്. എന്തുട്ടാണ് ഇവിടെ ഉള്ളത്? അതോ കൊള്ളാം, കാട് പോലുണ്ട്. ചെറിയ ചെറിയ കുറ്റിക്കാടും ചെറിയ മരങ്ങളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. എന്താണ് ഇവിടെ? എന്താണ് ഇത്ര ശലഭങ്ങൾ പറന്നു പോയി? ആയി കൊള്ളാൻ ഇത്ര ശലഭങ്ങളുടെ കാഴ്ച. ഇല്ലി കണ്ടു. ഇതാണോ ചേട്ടൻ പറഞ്ഞ മനോഹരമായ കാഴ്ച? ഇല്ലി അവിടെ ഡാമിൻ്റെ വശം. ഇതാണ് ഇതാണ് ചേട്ടൻ പറഞ്ഞ മനോഹരമായ കാഴ്ച. വാ, നൈസായിട്ടുണ്ട്. എന്തായാലും ഒരു തവണയൊക്കെ വന്ന് കാണാനുള്ള വകയുണ്ട് അല്ലേ? ശരിയല്ലേ? കുഴപ്പമൊന്നുമില്ല, മനോഹരമായ കാഴ്ചകൾ ഉണ്ട്. ഒക്കെ രസം കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്ന സ്ഥലമാണെന്നാണ് ചേട്ടനോട് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ വന്ന് ഇവിടെയൊക്കെ വന്ന് സൈഡിലൊക്കെ ഇരിക്കാൻ പറ്റും. മണ്ണിനോട് ചേർന്ന് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഇത് അവിടെ നിന്ന് വഴി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ ഇരട്ടയാർ ഡാമിൻ്റെ വ്യൂ ആട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഇരട്ടയാർ ഡാമാണ്. ഇരട്ടയാർ ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പക്ഷികളൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. പക്ഷിയാണ് കൊക്കാണ്, എന്തോ ഒരു സംഭവമാണ്. കൊക്ക് വെള്ളത്തല്ലേ, കറുത്തല്ലല്ലോ, എന്താണോ അത്? ഓക്കെ, നൈസാട്ടോ, കൊള്ളാം.